വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. 9ാം ക്ലാസ്സിലെ CBSE 9ാം ക്ലാസ്സിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റത്തെ പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനലിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്ന ഓർഗനൽ, പിന്നെ മൈറ്റോസിസ് മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻസിനെ പറ്റിയിട്ട് ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് പോകാം. ആദ്യം നമുക്ക് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനലിനെ പറ്റിയിട്ട് പഠിക്കാം. ഈ കാണുന്നതാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനൽ. മൈറ്റോകോൺട്രിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഹൗസ് ഓഫ് ദി സെൽ. നമ്മുടെ സെല്ലിൻ്റെ പവർ ഹൗസ് എന്നാണ് നമ്മൾ മൈറ്റോകോൺട്രിയനെ വിളിക്കുന്ന പേര്. ആണ് പവർ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പവർ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിനെയാണ് നമ്മൾ ഇതൊന്ന് വിളിക്കുക, പവർ ഹൗസസ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനലിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പവർ ഹൗസ് ഓഫ് ദി സെൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മൈറ്റോകോൺട്രിയയ്ക്ക് പ്രധാനമായിട്ടും 2 മെംബ്രെയിനാണുള്ളത്, 2 കവറിംഗ് ആണ് മൈറ്റോകോൺട്രിയയ്ക്ക് ഉള്ളത്. മൈറ്റോകോൺട്രിയയ്ക്ക് എത്ര കവറിംഗ് ആണുള്ളത്? 2 കവറിംഗ് ആണ് മൈറ്റോകോൺട്രിയയ്ക്ക് ഉള്ളത്. ഒന്ന് ഔട്ടർ മെംബ്രെയിനും ഒന്ന് ഇന്നർ മെംബ്രെയിനും. ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് പോറസ് ആണ്. ഇപ്പോൾ ഈ മൈറ്റോകോൺട്രിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഔട്ടർ മെംബ്രെയിനിൽ കുറേ എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടകൾ കാണാൻ പറ്റും, പോറസ് ആണ്. പക്ഷേ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഡീപ്ലി ഫോൾഡഡ് ആണ്. അതായത് ഉള്ളിൽ കാണുന്ന മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചുറ്റി 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 കാണുന്ന മെംബ്രെയിൻ ആണ്. ഇങ്ങനെ ഫോൾഡഡ് ആണ്, ഇങ്ങനെ ഫോൾഡ് ആയിട്ടാണ് ഇന്നർ മെംബ്രെയിൻ കാണുക. അപ്പോൾ നമ്മുടെ മൈറ്റോകോൺട്രിയയ്ക്ക് പ്രധാനമായിട്ടും 2 മെംബ്രെയിൻ ആണുള്ളത്. അതിലെ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് പോറസ് ആണ്, അതായത് കുറേ ഓട്ടകൾ ഉണ്ട് ഔട്ടർ മെംബ്രെയിനിൽ. ഇന്നർ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫോൾഡഡ് ആണ്, ഇങ്ങനെ ചുറ്റിയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചുറ്റുമ്പോൾ എന്ത് കൂടും? സർഫസ് ഏരിയ കൂടും. അപ്പോൾ ഇന്നർ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ ആ സർഫസ് ഏരിയയിലാണ് ATP എന്ത് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്നത്. ATP എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, നമ്മുടെ മൈറ്റോകോൺട്രിയയിലാണ് എനർജീസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പഠിച്ചു. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ഈ എനർജീസിനെ സ്റ്റോർ ചെയ്യുന്നത് ATP എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസിൻ്റെ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? എനർജി സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് എനർജി ആവശ്യമുള്ളപ്പോൾ ഈ ATP യൂസ് ചെയ്തിട്ടാണ് എന്ത് സെൽസുകൾ എനർജി എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ATP ജനറേറ്റിംഗ് കെമിക്കൽ റിയാക്ഷൻസിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഫോൾഡഡ് ആയിട്ടുള്ള സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, അതായത് നമ്മുടെ സെല്ലിന് എനർജിക്ക് ആവശ്യമായിട്ടുള്ള ആ എനർജി, വേരിയസ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി മൈറ്റോകോൺട്രിയയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ATPയുടെ ഫോമിലാണ്. ആ ATPയുടെ ഫുൾ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ട്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 3 എന്നാണ് അർത്ഥം. അപ്പോൾ 3 ഫോസ്ഫേറ്റ് കൂടി ചേർന്നിട്ടുള്ള ഒരു അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ATP ഫോം ചെയ്യുന്നത്. ATPനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി കറൻസി ഓഫ് ദി സെൽ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ATPനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കും. എനർജി കറൻസി ഓഫ് ദി സെൽ എന്നാണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? കറൻസി കൊടുക്കും, നോട്ട് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ സെല്ലിന് എനർജി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ATP യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെല്ല് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൈറ്റോകോൺട്രിയയുടെ ഒരു പ്രത്യേകതയുണ്ട്. മൈറ്റോകോൺട്രിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ച് ഓർഗനൽ എന്നാണ് നമ്മൾ മൈറ്റോകോൺട്രിയനെ വിളിക്കുന്ന പേര്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയ്ക്ക് അവരുടെ തന്നെ DNA, മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA എന്തുണ്ട്? റൈബോസോമും ഉണ്ട്. മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA റൈബോസോമും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മൈറ്റോകോൺട്രിയനെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ച് ഓർഗനൽ എന്ന് വിളിക്കും. അതുകൊണ്ട് നമുക്കറിയാം, റൈബോസോമിലാണ് എന്ത് നടക്കുന്നത്? പ്രോട്ടീൻസ് നിർമ്മാണം നടക്കുന്നത്. പിന്നെ DNA-യിൽ എന്തുണ്ട്? പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോഡുകൾ എന്തിലുണ്ട്? DNA-യിലുണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് DNAയും അതേപോലെ തന്നെ റൈബോസോം ഉള്ളത് കൊണ്ട് തന്നെ ഈ മൈറ്റോകോൺട്രിയയിൽ എന്ത് നടക്കുന്നുണ്ട്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ടെസ്റ്റിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക്
അപ്പോൾ നമ്മുടെ അടുത്ത ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് പ്ലാന്റുകളിൽ മാത്രം കാണുന്ന ഒരു ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ്. അനിമൽ സെൽസിൽ പ്ലാസ്റ്റിഡ്സ് കാണുന്നില്ല. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് എവിടെ മാത്രം കാണുന്ന ഒരു ഓർഗനലാണ്? പ്ലാന്റ് സെൽസുകളിൽ മാത്രം കാണുന്ന ഒരു ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് ക്രോമോപ്ലാസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലൂക്കോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കളേർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ കളറുള്ള പ്ലാസ്റ്റിഡ്സിനെയാണ് നമ്മൾ ക്രോമോപ്ലാസ്റ്റ് എന്ന് വിളിക്കുക. ലൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സിനെയാണ് നമ്മൾ ലൂക്കോപ്ലാസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ലൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ്. ഇനി ക്രോമോപ്ലാസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചു. ഈ ക്രോമോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് പിഗ്മെൻറ്റ് ക്ലോറോഫിൽ. ക്രോമോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോട്ടോസിന്തസിസ്, പ്ലാന്റിലെ ഫോട്ടോസിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ കാണുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാസ്റ്റിഡ്സിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ആണ് ഓർഗനൽ എന്ന് പറയുന്നത്, ക്ലോറോഫിൽ എന്ന് പറയുന്നത് പിഗ്മെൻ്റ് ആണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് എന്തിന് അത്യാവശ്യമാണ്? നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിൽ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് പിഗ്മെൻ്റ് ഉണ്ടാകും ക്ലോറോഫിൽ കൂടാതെ. ക്ലോറോഫിലിന് എന്ത് കളറാണ്? ക്ലോറോഫിലിന് പച്ച കളറാണ്. അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് നമുക്ക് ഇലകൾക്കൊക്കെ പച്ച കളർ നൽകുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ കൂടാതെ തന്നെ യെല്ലോ കളറിലുള്ള അതേപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ള പിഗ്മെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാർച്ച്, ഓയിൽസ്, പ്രോട്ടീൻ ഗ്രാനുൾസ് പോലത്തെയുള്ള സംഭവങ്ങൾ, അങ്ങനത്തെയുള്ള മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ലൂക്കോപ്ലാസ്റ്റിലാണ്. അപ്പോൾ ലൂക്കോപ്ലാസ്റ്റിൽ എന്താ നടക്കുന്നത്? സ്റ്റോറേജ് ആണ് നടക്കുന്നത്. ലൂക്കോപ്ലാസ്റ്റിൽ സ്റ്റാർച്ച്, ഓയിൽസ്, പ്രോട്ടീൻ ഗ്രാനുൾസ് പോലെയുള്ള മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നതാണ് ലൂക്കോപ്ലാസ്റ്റിൽ കാണുന്നത്. ഇനി പറയുന്നത് ദ ഇന്റേണൽ ഓർഗനൈസേഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസസ് മെംബ്രെയിൻ ലെയർ എംബഡഡ് ഇൻ മെറ്റീരിയൽ കോൾഡ് സ്ട്രോമ. അതായത് സ്ട്രോമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഈ കാണുന്ന സ്ട്രക്ചറാണ്, അതായത് നമ്മുടെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ആ ഫ്ലൂയിഡ് ഫില്ലഡ് ആയിട്ട്, അതായത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഫില്ലഡ് ആയിട്ട് ഉള്ളിൽ കാണുന്ന ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. അപ്പോൾ സ്ട്രോമ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണെന്നാണ് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രോമ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് മൈറ്റോകോൺട്രിയ പോലെ എക്സ്റ്റേണൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൈറ്റോകോൺട്രിയയിലെ പോലെ തന്നെയാണ്. ഇവർക്ക് എന്തുണ്ട്? അവരുടെ തന്നെ DNA-യും റൈബോസോമും എന്തിനുണ്ടെന്നാണ് പറയുന്നത്? പ്ലാസ്റ്റിഡ്സിനും അവരുടെ തന്നെ DNA-യും റൈബോസോമും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിഡ്സിൽ നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റും ഉണ്ട്, ക്രോമോപ്ലാസ്റ്റും ഉണ്ട്, ലൂക്കോപ്ലാസ്റ്റും ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിലാണ് പിഗ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. ക്രോമോപ്ലാസ്റ്റിൽ ക്ലോറോഫിലാണ് പിഗ്മെന്റ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്ലാസ്റ്റിഡ്സിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ടേക്കാണ് പോകേണ്ടത്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സെൽ ഡിവിഷനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ളവരാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ വളരുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് വളർച്ച സംഭവിക്കുന്നത്. സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വളർന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് വയസ്സായിട്ടുള്ള ആൾക്കാരുകളിൽ വളർച്ച സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും അവരിൽ പുതിയ സെൽസ് എന്ത് ചെയ്യണം? ഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ വേറെ സെൽസിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ സെൽസ് മാറ്റിയിട്ട് വേറൊരു സെല്ല് വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗ്യാമേറ്റുകളൊക്കെ ഫോം ചെയ്യുന്നത് ഈ സെൽ ഡിവിഷൻ വഴിയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സെൽ ഡിവിഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അതാണ് ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ന്യൂ സെൽസ് ആർ ഫോംഡ് ഇൻ ഓർഗാനിസം ഇൻ ഓർഡർ ടു ഗ്രോ. പുതിയ സെൽസ് ഒരു ഓർഗാനിസത്തിൽ ഫോം ചെയ്യുന്നത് വളരാനും റീപ്ലേസ് ഓൾഡ്, അതായത് പഴയ സെൽസിനെ മാറ്റാനും റീപ്ലേസ് ചെയ്യാനും ഡെഡ് ആൻഡ് ഇഞ്ചുറിഡ് സെൽസിനൊക്കെ റീപ്ലേസ് ചെയ്യാനും ആൻഡ് ടു ഫോം ഗ്യാമേറ്റ് റിക്വയർഡ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട്, അതായത് റിപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഗ്യാമേറ്റുകളിനെ ഉണ്ടാക്കാനും നിർമ്മിക്കാനും എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സെൽ ഡിവിഷൻ നടക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? വളരാനായിട്ട്, റീപ്ലേസ് ആയ ഓൾഡ് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്, ഡെഡ് ആയിട്ടുള്ള ഇഞ്ചേർഡ് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ ഗ്യാമേറ്റ്, റിപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഗ്യാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും എന്ത് നടക്കുന്നത്, സെൽ ഡിവിഷൻ നടക്കുന്നത്. ശരീരത്തിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് സെൽ ഡിവിഷൻസ് ആണ് നടക്കുന്നത്. ഒന്ന് മൈറ്റോസിസും ഒന്ന് മിയോസിസും. മൈറ്റോസിസ് ആൻഡ് മിയോസിസ് എന്ന് പറയുന്ന 2 ടൈപ്പ് സെൽ ഡിവിഷൻസ് ആണ് നമുക്കുള്ളത്. ഈ മിയോസിസ് എന്ന് പറയുന്നത് തന്നെ മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അതായത് 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇവൻറ്റ് വഴിയാണ് മിയോസിസ് നടക്കുക. മിയോസിസ് 1 ആദ്യം നടക്കും, അത് കഴിഞ്ഞിട്ട് മിയോസിസ് 2 നടക്കും. മൈറ്റോസിസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് നമ്മൾ മൈറ്റോസിസിനെ വിളിക്കുക. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മനുഷ്യന്മാരിൽ 46 സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളതെന്ന് അറിയാം. 46 എണ്ണം ഉണ്ട്. ഈ 46 സെറ്റ് ഓഫ് ക്രോമസോംസ് ഇപ്പോൾ മൈറ്റോസിസ് ആണ് ഇതിൽ നടക്കുന്നതെങ്കിൽ മൈറ്റോസിസ് കഴിഞ്ഞുണ്ടാകുന്ന സെൽസിലും എത്രയുണ്ടാവും? 46 സെറ്റ് ഓഫ് ക്രോമസോംസ് തന്നെയായിരിക്കും ഉണ്ടാകുക. പക്ഷേ മിയോസിസിൽ അങ്ങനെയല്ല. മിയോസിസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 46 സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് മിയോസിസ് 1ഉം മിയോസിസ് 2ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിൽ ഇതിൻ്റെ പകുതി 23 സെറ്റ് ഓഫ് ക്രോമസോംസേ മാറുള്ളൂ. അതായത് ഉള്ളതിൻ്റെ പകുതിയായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ മിയോസിസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്നും മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്നും വിളിക്കാറുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. മിയോസിസ് 1 എന്ന് പറയുന്നത് മിയോസിസ് പോലെയാണ്, മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസ് പോലെയാണ്. ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മൈറ്റോസിസിൻ്റെ ഇക്വേഷൻ ഡിവിഷനും മിയോസിസിൻ്റെ റിഡക്ഷൻ ഡിവിഷൻ ആണെന്ന് പറയുന്നത് പഠിക്കാനില്ല. പക്ഷെ എന്നാലും അത് എന്ത് ചെയ്യണം, ഓർത്ത് ഇരിക്കണം. ഓക്കെ, ഇനി നമുക്ക് മൈറ്റോസിസിനെ പറ്റിയിട്ടും മിയോസിസിനെ പറ്റിയിട്ടും കാര്യമായിട്ട് പഠിക്കാം. മൈറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽസ് ഗ്രോ ചെയ്യുന്നില്ലേ, അപ്പോൾ എല്ലാ സെൽസും ഡിവൈഡ് ചെയ്തിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ എല്ലാ സെൽസും മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് എല്ലാ സെൽസും എന്ത് ചെയ്യുന്നത്, വളരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞത് മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഏത് സെല്ലാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ ഡിവൈഡ് ചെയ്യുന്ന സെൽസിനെ നമ്മൾ മദർ സെല്ലെന്നും, ഏത് അമ്മയിൽ നിന്ന് ഫോം ചെയ്ത പുതിയ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോക്ടർ സെൽസ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സെൽസിനെ നമ്മൾ മദർ സെല്ലെന്നും ആ ഡിവൈഡ് ചെയ്ത സെല്ലിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയ സെൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡോക്ടർ സെല്ലെന്നും വിളിക്കും. അപ്പോൾ മൈറ്റോസിസ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സെല്ലാണ് മൈറ്റോസിസിന് വിധേയമാവുക. അപ്പോൾ മൈറ്റോസിസ് വിധേയമായിട്ട് മൈറ്റോസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ നിന്നും 2 ഡോക്ടർ സെൽസ് ആയിരിക്കും എന്തുണ്ടാവുക, മൈറ്റോസിസിൽ ഫോം ചെയ്യുക. അപ്പോൾ ഡോക്ടർ സെൽസിൽ എന്താ, നമ്മുടെ മദർ സെല്ലിലുള്ള സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയായിരിക്കും എന്തുണ്ടാവുക, മൈറ്റോസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സെൽസിലും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കും. ഈ മൈറ്റോസിസ് നമ്മുടെ വളർച്ചയ്ക്ക്, അതേപോലെ തന്നെ നമ്മുടെ ടിഷ്യൂസിനൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ, ഓർഗാനിസത്തിൻ്റെ ടിഷ്യൂസിനൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് എന്താണ്, മൈറ്റോസിസ് ആണ് എന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ മൈറ്റോസിസ് ക്ലിയർ ആണല്ലോ. മൈറ്റോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളർച്ച നടക്കുന്നത് മൈറ്റോസിസ് വഴിയാണ്. മൈറ്റോസിസിൽ ഏത് സെല്ലാണോ മൈറ്റോസിസിന് വിധേയമാകുന്നത് അതിനെ നമ്മൾ മദർ സെല്ലെന്നും, മൈറ്റോസിസിന് ഫലമായിട്ടുണ്ടാകുന്ന റിസൾട്ടൻറ്റ് സെൽസിനെ നമ്മൾ ഡോക്ടർ സെൽസ് എന്ന് വിളിക്കും. നമുക്ക് പിന്നെ അറിയേണ്ടത് എന്താണ്,
മൈറ്റോസിസിൽ സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും, അതായത് മദർ സെല്ലിലുള്ള സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയായിരിക്കും ഡോക്ടർ സെൽസിൽ ഉണ്ടാവുക. വളർച്ചയ്ക്കും ടിഷ്യൂസിനൊക്കെ റിപ്പയർ ചെയ്യാനാണ് എന്ത് സഹായിക്കുന്നത്, മൈറ്റോസിസ് സഹായിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മിയോസിസ് ആണ്. അപ്പോൾ എന്താണ് മിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മിയോസിസ് നമ്മുടെ ഗ്യാമീറ്റ്, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഫീമെയിൽസിൻ്റെ ബോഡിയിലാണെങ്കിൽ ഓവം എന്ന് പറയുന്ന ഗ്യാമീറ്റും മെയിലിൻ്റെ ബോഡിയിലാണെങ്കിൽ സ്പേം എന്ന് പറയുന്ന ഗ്യാമീറ്റും ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്യാമീറ്റുകളുടെ ഫോമേഷൻ പ്രധാനമായിട്ടും നടക്കുന്നത് ഈ മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ് സെൽ ഡിവിഷൻ വഴിയാണ്. ഓക്കെ ആണല്ലോ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അങ്ങനെ 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിവിഷൻ വഴിയാണ് എന്ത് നടക്കുന്നത്, മിയോസിസ് നടക്കുന്നത്. കണ്ടോ, 2 കോൺസിക്യൂട്ടീവ് ഡിവിഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ മൈറ്റോസിസിൽ പഠിച്ചു, ഒരു സെല്ല് ഡിവൈഡ് ചെയ്താൽ 2 സെൽസ് ആയിരിക്കും എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ മിയോസിസിൽ ഒരു സെൽസ് ഡിവൈഡ് ചെയ്താൽ 4 സെൽസ് ആയിരിക്കും എന്തുണ്ടാവുക, റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫോം ചെയ്തത്. അതാണ് പറയുന്നത് 4 ന്യൂ സെൽസ് ഇൻസ്റ്റൻറ്റ് ഓഫ് ജസ്റ്റ്. പിന്നെ പറയുന്ന കാര്യമാണ് മിയോസിസിൽ മദർ സെല്ലിൽ എത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടായിരുന്നോ അതിൻ്റെ പകുതി നമ്പർ ഓഫ് ക്രോമസോംസ് എന്തിലുണ്ടാകത്തുള്ളൂ, ഡോക്ടർ സെൽസിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിയോസിസിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനോട് കൂടി നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബയോളജിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. താങ്ക് യു.